നമ്മൾ ഈ കഴിഞ്ഞ ദിവസം രഞ്ജിത്തിൻ്റെ ആരോ എന്ന് പറയുന്ന ഒരു സിനിമയെക്കുറിച്ച് നമ്മൾ സംസാരിച്ചതാണ്. അപ്പോൾ ഇവിടുത്തെ സിനിമാ നിരൂപകർക്ക് കുറേയധികം പേർക്ക് സാമൂഹിക മാധ്യമങ്ങളിലൂടെയൊക്കെ അവർക്ക് ഈ സിനിമ എന്താണെന്ന് മനസ്സിലായില്ല എന്നൊക്കെ പറഞ്ഞു. സത്യത്തിൽ ഈ ആരോ എന്ന് പറയുന്ന രഞ്ജിത്തിൻ്റെ ഈ സിനിമയെക്കാളും നമുക്ക് മനസ്സിലാവാത്ത മലയാളത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ അടൂർ ഗോപാലകൃഷ്ണൻ്റെ സിനിമ, വേറെ പ്രഗത്ഭരായ ഒരുപാട് സംവിധായകരുടെ സിനിമകൾ എനിക്ക് മനസ്സിലാകാതെ ഒന്നും പോയില്ല ഈ സിനിമ കണ്ടിട്ട്. ഇത് ഒരുതരം ഒന്നും അറിയില്ല എന്ന് നടിക്കുന്ന രീതിയിലുള്ള വർത്തമാനമെന്നാണ് എനിക്ക് തോന്നിയത്. വെറും നാട്യമാണ്. വെറുതെ ആ സംവിധായകൻ രഞ്ജിത്തിനോട് തേജോവധം ചെയ്യുക, അദ്ദേഹം നന്നാവുന്നത് ആളുകൾക്ക് ഇഷ്ടപ്പെടും. വളരെ നല്ലൊരു ചിത്രം എന്ന് വെച്ചാൽ നമ്മൾ പണ്ടൊക്കെ ഈ സോക്കോൾഡ് അവാർഡ് പടങ്ങൾ എന്ന് പറയുമ്പോൾ എലിപ്പത്തായം സിനിമ ഞാൻ കണ്ടിട്ടുണ്ട്, അതുപോലെ തന്നെ വിധേയൻ സിനിമ ഞാൻ കണ്ടിട്ടുണ്ട്. എലിപ്പത്തായത്തിൻ്റെ പാറ്റേൺ അല്ല വിധേയനിലെത്തിയപ്പോൾ അടൂർ ഗോപാലകൃഷ്ണൻ എത്തിയത്. അപ്പോൾ അതുപോലെ കെ ജി ജോർജിൻ്റെ സിനിമകൾ നമ്മൾ ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്, ഒരുപാട് പ്രഗത്ഭരായ സംവിധായകർ. അതുകൊണ്ട് രഞ്ജിത്ത് എന്ന് പറയുന്ന സംവിധായകനെ നിങ്ങൾ കാണും, രഞ്ജിത്ത് എന്ന് പറഞ്ഞ വ്യക്തിയെ നിങ്ങൾ മാറ്റി നിർത്തും. എനിക്കതാണ് പറയാനുള്ളത്. ഈ സിനിമയെക്കുറിച്ച് ഗൗതമന് കുറച്ചുകൂടെ ഭംഗിയായി എന്തൊക്കെയാണ് ഈ സിനിമയിലൂടെ രഞ്ജിത്ത് നമ്മളോട് പറയാൻ ഉദ്ദേശിച്ചതെന്ന് പറയാൻ കഴിയും. ഒന്ന് പറയൂ. പലരും പറയുന്നത് ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല ഈ സിനിമ കണ്ടിട്ട്, എന്തോ കണ്ണുടച്ചുകൊണ്ട് ആരോ എന്തോ എങ്ങനെയോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പലരും വിമർശനം നടത്തുന്നത്. പ്രമുഖരായിട്ടുള്ള പല ആളുകളും ശരിക്കും കേട്ടപ്പോൾ അതൊക്കെ ഞെട്ടലാണ് ഉളവാക്കിയത്. കാരണം നമ്മളെ പോലുള്ള സാധാരണ ആളുകൾക്ക് ഈ സിനിമ കണ്ടിട്ട് വളരെ കൃത്യവും വ്യക്തവുമായിട്ട് അതിൻ്റെ ഉള്ളർത്ഥങ്ങളടക്കം എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മൾ ആദ്യത്തെ കാഴ്ചയിൽ ഈ സിനിമ കാണുമ്പോൾ നമ്മൾ കഴിഞ്ഞത്തെ ഈ വീഡിയോയിൽ ചെയ്തപ്പോഴും പറഞ്ഞിട്ടുണ്ടായി, ഇതൊരു സാധാരണ കഥയാണ്, വളരെ ഒരു പുതുമ. ഞാൻ വായിച്ചു, എനിക്ക് വായിക്കാൻ തന്നു. വളരെ സിമ്പിളായ ഒരു കഥ, വി ആർ സുധീഷിൻ്റെ കഥ. ആ കഥയാണ് സിനിമയാക്കിയിരിക്കുന്നത്. അപ്പം ആദ്യത്തെ കാഴ്ചയിൽ കാണുമ്പോൾ വളരെ പുതുമയൊന്നുമില്ലാത്ത, വളരെ സാധാരണ സിമ്പിളായിട്ടുള്ള മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കഥ അത് തന്നെയാണ്. പക്ഷേ ഇതിന് ഒരുപാട് ഉള്ളർത്ഥങ്ങളും ഒരുപാട് ലെയറുകളും ഉള്ള ഒരു ഗംഭീര സിനിമയാണ് ആരോ എന്ന കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയമില്ല. ഇന്ന് ഈ സിനിമ വിമർശിക്കപ്പെടുന്നുണ്ടെങ്കിൽ വരും വർഷങ്ങളിൽ ഈ സിനിമയെ ആളുകൾ നെഞ്ചേറ്റി സ്വീകരിക്കുമെന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്ന ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. താത്വികപരമായിട്ട് നമ്മൾ ഈ സിനിമയെ വിശകലനം ചെയ്യുകയാണെങ്കിൽ കുറേയധികം കാര്യങ്ങൾ ഇതിൽ നമുക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിക്കും. ഈ സ്നേഹം എന്ന് പറയുന്ന സാധനം നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുമോ, തൊടാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. മെഷർ ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. അളക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ അളക്കാൻ പറ്റാത്ത ഒരു സാധനത്തെക്കുറിച്ച്, അതായത് ദൃശ്യപ്രപഞ്ചമുണ്ട്, കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ഫിസിക്കലായിട്ടുള്ള ഒരു പ്രപഞ്ചമുണ്ട്, ദൃശ്യേതരമായിട്ടുള്ള ഒരു പ്രപഞ്ചമുണ്ട്. ഈ രണ്ട് സാധനങ്ങളെക്കുറിച്ചാണ് അടിസ്ഥാനപരമായിട്ട് ഈ കഥ എന്ന് പറയുന്നത് ചർച്ച ചെയ്യുന്നത്. കുമാരനാശാൻ്റെ കരുണയുമായി ബന്ധപ്പെട്ടിട്ട് ഈ സിനിമ ഇപ്പോൾ സംസാരിക്കുന്നുണ്ട്. കുമാരനാശാൻ നമുക്കറിയാം ആധുനിക കവിയാണ്, മലയാളത്തിലെ ഏറ്റവും വലിയ കവി. തത്വചിന്തകനാണ്, സാമൂഹിക പരിഷ്കർത്താവാണ്, കവിയാണ്, എല്ലാമാണ്. അദ്ദേഹത്തിൻ്റെ കരുണ, ചണ്ടാല ഭിക്ഷുകിയൊക്കെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള കവിത്രയങ്ങളൊക്കെയാണ്. അപ്പോൾ പലരും ക്രിട്ടിക്കുകളും പറയുന്നത് ഈ അതിഭൗതികമായിട്ടുള്ള സംഗതിയിൽ വ്യാപരിച്ചിരുന്ന മലയാള കവിതയ്ക്ക് കുറച്ചും കൂടി ഭാവനാത്മകമായിട്ടുള്ള, അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു ആധ്യാത്മികപരമായിട്ടുള്ള സുഖം കൊണ്ടുവന്ന ഒരാളാണ് ഈ കുമാരനാശാൻ എന്ന് പറയുന്നത്. അത് നമുക്ക് ഈ സിനിമയിൽ കാണാൻ പറ്റും. അതായത് ഭൗതികതയുണ്ട്, ആധ്യാത്മികത എന്ന് പറയുന്ന മറ്റൊരു സംഗതിയുണ്ട്. ഈ രണ്ട് സാധനത്തിൻ്റെ കോൺഫ്ലിക്റ്റാണ് അടിസ്ഥാനപരമായിട്ട് ഈ സിനിമ ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ ശ്യാമപ്രസാദിൻ്റെ കഥാപാത്രം അനിശ്ചിതാവസ്ഥ നേരിടുന്ന ഒരു എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് നേരിടുന്ന, നിലനിൽപ്പ് അസ്വസ്ഥത നേരിടുന്ന, വല്ലാത്ത രീതിയിൽ വിഷമിക്കുന്ന, സിഗരറ്റ് എടുത്തിട്ട് പാത്രത്തിൽ തന്നെ കുത്തിക്കെടുത്തുന്ന, ബ്രെഡ് കഴിക്കുന്ന, മര്യാദയ്ക്ക് ഭക്ഷണം പോലും ഇല്ല കഴിക്കാനായിട്ട്, ബ്രെഡ് കഴിക്കുന്ന, പിന്നെ അതേപോലെ കുളിക്കാത്ത, ഇങ്ങനെയൊക്കെയുള്ള ഒരു വല്ലാത്തൊരു കഥാപാത്രം. അയാൾ യഥാർത്ഥത്തിൽ ആരെയോ അന്വേഷിക്കുന്നുണ്ട്, ആരെയോ അയാൾക്ക് വേണം. അങ്ങനെ ആരോ ഒരാൾ അയാളുടെ ജീവിതത്തിൽ വരികയാണെങ്കിൽ അയാൾക്ക് കുറച്ചും കൂടി സന്തോഷം ഉണ്ടാവും, കുറച്ചും കൂടി മാറ്റം ഉണ്ടാവും, കുറച്ചും കൂടി ഒരു സുഖമുണ്ടാവും ജീവിതത്തിൽ. ആ ആരോ എന്ന് പറയുന്ന ഒരാളാണ് ഈ വെളിച്ചമായിട്ട് വരുന്ന മഞ്ജു വാര്യരുടെ കഥാപാത്രം എന്ന് പറയുന്നത്. ആ വെളിച്ചമാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഇതിൽ പറയാൻ പറ്റുന്ന ഈ ദൃശ്യേതരമായിട്ടുള്ള ഒരു എൻറ്റിറ്റി എന്ന് പറയുന്നത്. കുറച്ചും കൂടി എങ്ങനെയാ എനിക്ക്
പറയേണ്ടതെന്നറിയില്ല. അപ്പം ഇത് രണ്ടിൻ്റെയും തമ്മിലുള്ളൊരു കോൺഫ്ലിക്റ്റാണ് അടിസ്ഥാനപരമായിട്ട് ഈ സിനിമ എന്ന് പറയുന്നത്. ഇപ്പം ഇതിൽ കാണിച്ചിരിക്കുന്ന വീട് എന്ന് പറയുന്നത് പണ്ട് ഏതോ ഒരു പരമ്പരാഗതമായിട്ടുള്ള എന്തോ ട്രഡീഷണൽ തറവാടാറ്റാണ്. ആ തറവാട്ടിൽ അപ്പം നമുക്ക് വേണമെങ്കിൽ ആലോചിക്കാം, ഇയാൾ പണ്ടത്തെ കാലത്ത് ഇയാളെന്തോ വലിയ സമ്പന്നനും എന്തൊക്കെയോ ആയിട്ടുള്ള ഒരാളായിരിക്കാം. പക്ഷെ ഇപ്പം അയാൾ തറവാട് വീട്, അതെ, ഇപ്പം അയാൾ തകർന്ന് കുത്തുവാളെടുത്തിരിക്കുകയാണ്. അപ്പോൾ ആ കുത്തുവാളെടുത്തിരിക്കുന്ന പഴയ ഒരു തറവാട്ട് വീട്ടിലേക്ക് ഒരു കുലസ്ത്രീനെ പോലുള്ള ഒരു സ്ത്രീ ഒരു വെളിച്ചമായിട്ട് വരുന്നു. അതാണ് അടിസ്ഥാനപരമായിട്ട് ഈ ആരോ പറയാൻ ശ്രമിക്കുന്ന ഒരു തീം എന്ന് പറയുന്നത്. അപ്പം എന്താണ്, നമുക്കിതിൽ ഒരു സിനിമയെ മനസ്സിലാക്കുമ്പോൾ ആ സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രോപ്പർട്ടികൾ നമ്മൾ കൃത്യമായിട്ടും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന നമ്മൾ ഈ വി ആർ സുധീഷിന്റെ വിപര്യം അങ്ങനെ എന്തുവാണ് ആ കഥയുടെ പേര്, ആ കഥയിൽ ഉൾപ്പെടുത്താത്ത ചില പ്രോപ്പർട്ടികൾ എന്താണ് ഈ സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോപ്പർട്ടി എന്ന് പറയുന്നത് IFFK ബാഗാണ്, IFFK സഞ്ചിയാണ്. മറ്റൊന്ന് എന്ന് പറയുന്നത് എന്താണ്, ഏറ്റവും അവസാനം ഈ ട്രാക്ക് ഷോട്ടിൽ കാണിക്കുന്ന ഈ കസേരയാണ്, ചാരു കസേരയാണ്. വെറും കസേരയല്ല, ചാരു കസേരയാണ്. പിന്നെ കാണിക്കുന്നത് ഇതിലൊരു ഒരു പുസ്തകമാണ്. ആ പുസ്തകം എന്ന് പറയുന്നത് ഒന്ന് കുമാരനാശാന്റെ കരുണയാണ്, മറ്റൊന്ന് ഒരു പുസ്തകം എന്ന് പറയുന്നത് ആസ്ട്രോഫിസിക്സ് ആസ്ട്രോനോമിക്സ് എന്ന് പറയുന്ന എന്താണ് പുറംചട്ടയിൽ എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമാണ്. ഇത് മൂന്നും ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ ഈ സിനിമയ്ക്ക് യഥാർത്ഥത്തിൽ ഈ സിനിമയെ കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചതെന്ന് ആളുകൾക്ക് മനസ്സിലാവുള്ളൂ. ഈ കരുണ എന്ന് പറയുന്ന കുമാരനാശാൻ 1923 എഴുതിയതാണെന്ന് തോന്നുന്നു അല്ലേ? അതിലെ പ്രധാന കഥാപാത്രം ആരാണ്? അതിൽ ഉപഗുപ്തനുണ്ട്, വാസവദത്തയുണ്ട്, ഉപഗുപ്തനുണ്ട് അല്ലെ? അപ്പൊ ഈ വാസവദത്ത എന്ന് പറയുന്നത് ഒരു വേശ്യാസ്ത്രീയാണ്. ആ വേശ്യാസ്ത്രീക്ക് ഉപഗുപ്തനോട് തോന്നുന്ന അനുരാഗം, പ്രണയം, ആ പ്രണയമാണ് യഥാർത്ഥത്തിലുള്ള കരുണ. പക്ഷെ അങ്ങനെ ആ ഒരു വേശ്യ ഈ മോങ്കായിട്ടുള്ള സന്യാസിയായിട്ടുള്ള ബുദ്ധന്റെ ശിഷ്യനായിട്ടുള്ള ഉപഗുപ്തനെ സ്നേഹിച്ചതിന്റെ പുറത്ത് അവൾക്ക് കൊടിയ രീതിയിലുള്ള മർദ്ദനങ്ങൾ, ഈ സമൂഹികപരമായിട്ടുള്ള സോഷ്യൽ ജഡ്ജ്മെന്റ് ഒക്കെ നേരിടേണ്ടി വരുന്നു. അത് മാത്രമല്ല, ഈ വാസവദത്ത എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ക്രൈം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഡെത്ത് സെന്റൻസിനായിട്ട് വിധിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പൊ ഈ കഥയിൽ കവിതയിൽ പറയുന്നത് ഏതോ ഒരു ചിതയിലാറ്റം ഈ വാസവദത്തയെ കയ്യും കാലും മൃതപ്രായമായി കിടക്കുമ്പോൾ, അതെ, കയ്യും കാലും ഒക്കെ ഛേദിച്ച് ഈ ചിതയിലേക്ക് ഇട്ടിരിക്കുകയാണ്, എന്തോ വലിയ കൊടിയ ക്രൈം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ ആ വാസവദത്തയെ കാണാൻ ചെല്ലുന്ന ഉപഗുപ്ത, അതായത് ബുദ്ധന്റെ ശിഷ്യനായിട്ടുള്ള ഉപഗുപ്ത, ഈ ഉപഗുപ്ത വന്നിട്ട് ബുദ്ധന്റെ തത്വം ഉപദേശിച്ചു കൊടുക്കുകയും അവരുടെ വേദന മാറുകയും ചെയ്യുന്നു. കരുണ ഉണ്ടാവുന്നു, അവരോടൊരു കരുണ കാണിക്കുന്നു. ഇത്രയും വലിയ കൊടിയ ക്രൈം ചെയ്ത ഒരാളോട് പോലും ഈ ഉപഗുപ്തൻ കരുണ കാണിക്കുന്നു. ആ കരുണ കാണിക്കുന്നതാണ് ആ കരുണ എന്ന് പറയുന്ന കവി. അല്ല, ഞാൻ പറയാൻ വന്നത് ഈ കവിതയ്ക്ക് അകത്തുള്ളൊരു വിഷയം തന്നെയായിരുന്നു. ഒരു ഉപഗുപ്തന്റെ സൗന്ദര്യം കണ്ട് ഈ പറയുന്ന വേശ്യയായിട്ടുള്ള സ്ത്രീ അവർ അദ്ദേഹത്തോട് പ്രണയം പറയുമ്പോൾ സമയമായില്ല, നിന്റെ നിനക്ക് എന്നോടുള്ള പ്രണയം പറയുമ്പോൾ ഞാൻ സ്വീകരിക്കാൻ സമയമായില്ല, സമയമാകുമ്പോൾ നിന്റെ അടുത്ത് ഞാനത് പറയാം. അപ്പൊ സമയമാകുന്നത് എപ്പോഴാണ്? ഇവരെ മരണത്തോട് മല്ലിടുന്ന അല്ലെങ്കിൽ ഇവരെ സമൂഹം മാറ്റി നിർത്തുന്ന ഒരു അവസരത്തിൽ. എനിക്കത് പൂർണ്ണമായി എൻ്റെ ഓർമ്മയിൽ വരാത്തതുകൊണ്ട് ഞാൻ വായിച്ചിട്ടുള്ള കവിതയാണ്. അതെ, അപ്പൊ അദ്ദേഹം അവസാനം വന്ന് നിനക്ക് സമയമായില്ല എന്ന് പറഞ്ഞെങ്കിൽ സമയമായി എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ സ്നേഹം പകുത്തു നൽകുന്നതായിട്ടാണ് ആ കരുണയിലുള്ളത്. ഏതായാലും കരുണ രഞ്ജിത്ത് ഇപ്പം പറയുന്നത്, സമൂഹത്തോട് പറയുന്നത്, ഞാനൊരു തെറ്റൊക്കെ ചെയ്തിട്ടുണ്ടാവാം, ഞാൻ ഒരു ക്രൈം ചെയ്തതിൻ്റെ അതാണ് ഇതിൻ്റെ ഈ സിനിമ ഇറങ്ങേണ്ട ടൈമിംഗ് ആണ് ഇതിൽ ഏറ്റവും കൂടുതൽ. അത് ഈ ഏത് പശ്ചാത്തലത്തിലാണ്, സംവിധായകൻ്റെ ജീവിതമായിട്ട് സിനിമയ്ക്ക് കൃത്യമായിട്ടും ബന്ധമുണ്ട്. ഏത് പശ്ചാത്തലത്തിലാണ് ഈ സിനിമ ഇറക്കിയിരിക്കുന്നത്, ഇതൊക്കെ മനസ്സിലാക്കി മാത്രമേ പൂർണ്ണാർത്ഥത്തിൽ ഈ സിനിമ കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് ആളുകൾക്ക് റീഡ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് സാധാരണക്കാർക്ക് വെറുതെ ഇരുന്നിട്ട് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും കിട്ടുകയില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഒരു യാഥാർത്ഥ്യമെന്ന് പറയുന്നത്. ഇപ്പോൾ 2 ക്രൈം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് തെറ്റുകാരൻ അല്ല എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി വെറുതെ വിട്ട ആളാണ് ഈ രഞ്ജിത്ത് എന്ന് പറയുന്നത്. അദ്ദേഹം 31 വയസ്സുകാരനായ ഏതോ ഒരു പുരുഷനുമായിട്ട് എന്തോ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നു എന്നതിൻ്റെ പുറത്ത് കുറേ ആൾക്കാർ ഇദ്ദേഹത്തെ കുണ്ടനാണ്, ഇയാളൊരു കുണ്ടനാണ് എന്ന് പറഞ്ഞിട്ട്, കുണ്ടൻ എന്ന് വിളി തന്നെ യഥാർത്ഥത്തിൽ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ്, അങ്ങനെ വിളിച്ച് കളിയാക്കുകയും അദ്ദേഹത്തെ മാറ്റി കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഈ സിനിമയിലെ വാസവദത്ത യഥാർത്ഥത്തിൽ ആരാണ്? മഞ്ജു വാര്യറാണോ ശ്യാമപ്രസാദ് ആണോ എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള ചോദ്യം. ഞാൻ പറയുന്നു, ഈ സിനിമയിലെ വാസവദത്ത
ശ്യാമപ്രസാദിൻ്റെ കഥാപാത്രമാണ്. അയാൾ ഒരു പഴയ തറവാട്ടിൽ ഏകനായി സമൂഹത്തിൻ്റെ എന്തൊക്കെയോ ജഡ്ജ്മെൻ്റൊക്കെ നേരിട്ടിട്ട് അരക്ഷിതാവസ്ഥയിൽ കഴിയുന്ന, ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരാളാണ്. അയാൾക്കൊരു വെളിച്ചമായിട്ട് യഥാർത്ഥത്തിൽ ഉപഗുപ്തനാണ് വരുന്നത്. ആ ഉപഗുപ്തൻ എന്ന് പറയുന്നത് മഞ്ജു വാര്യറിൻ്റെ കഥാപാത്രമാണ്. അപ്പം അതുകൊണ്ടാണ് അയാൾ ഈ സ്ത്രീയെ തൊടാനായിട്ട് ശ്രമിക്കുന്നത്, പക്ഷെ കിട്ടുന്നില്ല. ഇയാളുടെ കയ്യിൽ നിന്ന് അത് മറഞ്ഞു പോകുന്നു. അതുകൊണ്ടാണ് ഇതിന് നമ്മൾ കാണുന്നത് മാത്രമല്ല സത്യം എന്ന് പറയുന്നത്, ഫിസിക്കൽ എന്ന് പറയുന്നത് മാത്രമല്ല സത്യം, ദൃശ്യേതരമായിട്ടുള്ള, കാണാൻ പറ്റാത്ത, അനുഭൂതിദായകമായിട്ടുള്ള ഒരവസ്ഥ കൂടിയുണ്ട്. അപ്പോൾ ഈ രണ്ട് സാധനത്തെക്കുറിച്ചാണ്, അതായത് ഭൗതികവും ഭൗതികമല്ലാത്ത മറ്റൊരു പ്രപഞ്ചത്തെക്കുറിച്ചും സംസാരിക്കാനാണ് അടിസ്ഥാനപരമായിട്ട് ഈ സിനിമ ശ്രമിച്ചിരിക്കുന്നത്. ഞാൻ അതിമനോഹരമായിട്ട് കുറേയധികം പൊട്ട റിവ്യൂകൾ ഈ സിനിമയെ കുറിച്ച് മുഖ്യധാരാ മാധ്യമങ്ങളിൽ ഇരിക്കുന്ന വലിയ സിംഹങ്ങളടക്കം നടത്തുന്നത് കണ്ടിട്ടുണ്ട്. അവർക്കൊന്നും മനസ്സിലാവാത്തത് കൊണ്ടൊന്നല്ല, മനഃപൂർവ്വമായിരിക്കും പലരും ചെയ്യുന്നുണ്ടാവുക. ഇതിലേറ്റവും മനോഹരമായിട്ടുള്ളൊരു റിവ്യൂ സിനിമയെക്കുറിച്ച് കണ്ടിരിക്കുന്നത് സനൽകുമാർ ശശിധരൻ എന്ന് പറയുന്ന സംവിധായകൻ. അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്ന ഒരു കുറിപ്പാണ്. അതാണ് ഏറ്റവും മനോഹരമായിട്ട് കാണാനിടയായിട്ടുള്ള ഒരു കുറിപ്പ്. അത് നമുക്കൊന്ന് വായിക്കാം. അതിന് ഏതാനും കുറച്ച് ആളുകൾ റീച്ച് ചെയ്യാൻ കിട്ടിയിട്ടുള്ളൂ. സ്വാഭാവികമായിട്ടും നല്ല കുറിപ്പായതുകൊണ്ട് അത്രയൊക്കെ കിട്ടുള്ളൂ. ആ കുറിപ്പ് ഇങ്ങനെയാണ്: ഒരു ചലച്ചിത്രം അല്ലെങ്കിൽ ഒരു പുസ്തകം നല്ലതാണോ ചീത്തയാണോ എന്ന് ആരെങ്കിലും എന്നോട് ചോദിച്ചാൽ ഞാൻ ആദ്യം ചിന്തിക്കുന്നത് അത് വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ സമയത്തെക്കുറിച്ച് ബോധവാനായിരിക്കുന്നോ എന്നായിരിക്കും. സമയത്തെക്കുറിച്ചുള്ള ബോധം എന്നാൽ അവരവനെക്കുറിച്ചുള്ള ബോധം എന്നാണ് അർത്ഥം. എന്നതുകൊണ്ട് ഒരു കലാസൃഷ്ടിയിൽ മുഴുകുന്ന സമയത്ത് നിങ്ങൾ വാച്ച് നോക്കിയിട്ടില്ല എങ്കിൽ നിങ്ങൾ അത്രയും സമയം നിങ്ങളെക്കുറിച്ച് ബോധവാനായിരുന്നില്ല എന്നാണ് അർത്ഥം. പുസ്തകത്തിൻ്റെയോ സിനിമയുടെയോ എന്നല്ല, ഏതൊരു കലാസൃഷ്ടിയുടെയും ഗുണമേന്മ നിർണ്ണയിക്കുന്നതിൽ ആദ്യത്തെ അളവുകോലായി ഇതിനെ പരിഗണിക്കാം എന്നാണ് എൻ്റെ അഭിപ്രായം. ഒരാളെ സ്വയം മറന്നുകൊണ്ട് മറ്റൊരു മനുഷ്യാവസ്ഥയിലേക്ക് സന്നിവേശിപ്പിക്കുകയാണ് ഏതൊരു നല്ല കലാസൃഷ്ടിയും ആത്യന്തികമായി ചെയ്യുന്നത്. ഇത്രയും ആമുഖമായി പറഞ്ഞത് രഞ്ജിത്ത് സംവിധാനം ചെയ്ത ആരോ എന്ന ഹ്രസ്വചിത്രം കണ്ടതിൻ്റെ അതിനെക്കുറിച്ചുള്ള തികച്ചും ഏകപക്ഷീയമായിട്ടുള്ള വിമർശനങ്ങൾ ഫീഡിൽ പുഷ് ചെയ്യപ്പെടുന്നത് വായിച്ചതിൻ്റെയും പശ്ചാത്തലത്തിലാണ്. ആരോ കണ്ടു, ഇഷ്ടപ്പെട്ടു, ഇടയ്ക്ക് പരസ്യം വന്ന് എൻ്റെ ശ്രദ്ധയെ മുറിച്ചില്ലായിരുന്നെങ്കിൽ ശ്യാമപ്രസാദിൻ്റെ സൂക്ഷ്മതയോടെയുള്ള അഭിനയത്തിൻ്റെ, അയാൾ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെയും ജീവിത പശ്ചാത്തലം അവതരിപ്പിച്ചിരിക്കുന്നതിൽ തിരക്കഥാകൃത്തും സംവിധായകനുമായ രഞ്ജിത്ത് പുലർത്തിയിരിക്കുന്ന മിതത്വമാർന്ന ഇമേജറികളുടെയും ഏകാന്തതയുടെയും കാത്തിരിപ്പിൻ്റെയും പനിമഞ്ഞയെ മൃദുവെളിച്ചവും നിഴലും കൊണ്ട് മനോഹരമായി ചിത്രീകരിച്ചിരിക്കുന്ന ഛായാഗ്രഹണ മികവിൻ്റെയും ബലത്തിൽ ഞാനത് കണ്ടു തീരും വരെ കണ്ണെടുക്കുമായിരുന്നില്ല. ചിത്രത്തിൻ്റെ കൃത്യം പകുതിയിൽ ശ്യാമപ്രസാദിൻ്റെ കഥാപാത്രം കുലഞ്ഞ് കിടക്കുന്നതെല്ലാം അടുക്കി വെക്കുന്നതിനുള്ള ധൃതിയിലേക്ക് രണ്ടായി പിരിയുന്നത് കണ്ടപ്പോൾ, അതാണ് ഞാൻ പറഞ്ഞത്, രണ്ട് എന്ന് പറയുന്ന സാധനം. അതായത് ഈ സ്ത്രീ വന്നതിന് ശേഷം ഇയാൾക്കൊരു മാറ്റം സംഭവിക്കുന്നു. ഇയാള് വീടൊക്കെ വൃത്തിയാക്കുന്നു. ആ വീടൊക്കെ വൃത്തിയാക്കുമ്പോൾ സംവിധായകൻ ഈ കഥാപാത്രത്തെ നമുക്ക് കാണിക്കുന്നത് രണ്ടായിട്ടാണ്. നമുക്കിപ്പോൾ അത് വിഷ്വലായിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഭൗതികമായിട്ടുള്ളതും ഭൗതികത്തിനപ്പുറമായിട്ടുള്ള ആധ്യാത്മികത എന്ന് പറയുന്ന ഒരു അവസ്ഥയ്ക്ക് ഈ സിനിമ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അല്ലാണ്ട് ഈ രണ്ടായി പിരിയേണ്ട കാണിക്കേണ്ട ആവശ്യമേ ഇല്ല സംവിധായകൻ. വാവ് എന്ന് ചിത്രം മുഴുവനും കണ്ടു തീർന്നപ്പോൾ അതിലൊരാൾ അടുക്കി വെക്കുമ്പോൾ മറ്റൊരാൾ കുലച്ചെറിയുകയായിരുന്നെങ്കിൽ എത്ര അഴകായിരുന്നേനെ എന്ന ചിന്തയായി പെരുകുകയും ചെയ്തു. ടെലിവിഷന്റെ ആദ്യകാലത്ത് ശ്യാമപ്രസാദ് ചെയ്ത പേര് മറന്ന ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടെലിവിഷന്റെ ഓർമ്മയിലേക്ക് തമ്മിൽ ബന്ധങ്ങൾ ഒന്നുമില്ലെങ്കിലും എന്തുകൊണ്ടോ എന്നെ ഇത് കൊണ്ടുപോവുകയും ചെയ്തു. എനിക്ക് അതിലാകെ മുഴച്ചു നിൽക്കുന്നതായി തോന്നിയത് മഞ്ജുവിന്റെ അഭിനയമായിരുന്നു. സ്വാഭാവികം. ശ്യാമപ്രസാദ് തന്റെ കഥാപാത്രത്തെ ഉൾക്കൊണ്ട പോലെ യാഥാർത്ഥ്യത്തിനും സങ്കല്പത്തിനും ഇടയിലെ ആ സ്ത്രീ കഥാപാത്രത്തിന്റെ മനോഹാരിതയെ അവർ എന്തു കാരണം കൊണ്ടാലും വേണ്ടും വണ്ണം ഉൾക്കൊണ്ടതായി എനിക്ക് തോന്നിയില്ല. ആദ്യ മണിക്കൂറിൽ തന്നെ കാണുകയും ഇഷ്ടപ്പെടുകയും ചെയ്തെങ്കിലും വ്യക്തിപരമായ കാരണങ്ങളാൽ മൗനം പാലിക്കുകയായിരുന്നു ഞാൻ. കഥാപാത്ര സൂക്ഷ്മതയുടെയും ചിത്രീകരണത്തിലെ കൈയടക്കത്തിന്റെയും ബലത്തിൽ കാണുകയും അതിനായി ചെലവഴിച്ച ഊർജത്തെ വിലമതിക്കുകയും ചെയ്യുന്നതിന് പകരം അതിനെതിരെ എന്തോ സാംസ്കാരിക കുറ്റകൃത്യം ചെയ്തതുപോലെ ഏകപക്ഷീയമായതും പുച്ഛം നിറഞ്ഞതുമായിട്ടുള്ള അധിക്ഷേപങ്ങൾ തുടരെ വായിക്കാൻ ഇടയായതുകൊണ്ട് ഇത്രയും എഴുതണമെന്ന് കരുതി. വിമർശനങ്ങളിൽ മിക്കവാറും പ്രണയത്തിലെയും കാത്തിരിപ്പിലെയും പശ്ചാത്തലത്തിലെയും ക്ലീശകളെ കുറിച്ചാണ് എന്നതുകൊണ്ട് വിമർശകരെല്ലാം പുരോഗതി പ്രാപിച്ച അത്യാധുനികരാണോ എന്ന് ഞാൻ അതിശയിച്ചു പോയി. ഒരിക്കലുമില്ല. ഇതേ സംവിധായകന്റെ അത്യന്തം സ്ത്രീവിരുദ്ധമായതും പുരുഷാധിപത്യം പ്രഘോഷിക്കുന്നതുമായ ഒരു
പ്രാകൃത സിനിമ ഇവരൊക്കെ ജീവിക്കുന്ന അത്യാധുനിക കാലത്ത് കൊട്ടിഘോഷിച്ച് റിലീസ് ചെയ്തപ്പോഴൊന്നും അവർക്കത് ക്ലീശയായി തോന്നാത്തത് കൊണ്ട് അവരുടെ അസുഖം മറ്റെന്തോ ആണെന്ന് ചിന്തിച്ചേ മതിയാവുള്ളൂ. അത് രാവണപ്രഭുവാണ്. അല്ല, രാവണപ്രഭു മാത്രമല്ല, മമ്മൂട്ടിയുടെ ഒരു പടവും ഇടയ്ക്ക് വീണ്ടും ഇറങ്ങി. അതെ, പ്രണയിക്കുന്നതും കാത്തിരിക്കുന്നതും കാത്തിരിപ്പിൽ ഏകാന്തമായി മുഴുകുന്നതും അതിൻ്റെ ലഹരിയെ മദ്യത്തിൽ മറയ്ക്കുന്നതും ഒക്കെ ക്ലീശയാവുമെങ്കിലും വൈകിട്ടെന്താ പരിപാടി എന്ന്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റാണ്. വൈകിട്ടെന്താ പരിപാടി എന്ന് ബീവറേജസിലേക്ക് ഉന്നം വയ്ക്കുന്ന പരസ്യങ്ങൾ ആധുനികവും അത്യാധുനികവുമായി തന്നെ ഇപ്പോഴും കണക്കാക്കപ്പെടുന്ന കാപട്യത്തിൻ്റെ കടന്നാക്രമണമാണ് ആരോയ്ക്കെതിരെ നടക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു. കോടികൾ പൊടിച്ചുള്ള പ്രഖ്യാപന മാമാങ്കം കൊണ്ട് അതിദരിദ്രരെ തുടച്ചു നീക്കിയ രാഷ്ട്രീയ പരിസ്ഥിതിയുടെ സന്തതികളായ പുരോഗൃമികൾക്ക് പ്രണയിക്കുന്ന പുരുഷനും കാത്തിരിക്കുന്ന പുരുഷ പ്രണയവും ഇക്കാലത്ത് ഇല്ല എന്ന് പ്രഖ്യാപിക്കാൻ സംഘടിതമായ കൂക്കിവിളികൾ മതി എന്നതിൽ അസ്വാഭാവികതയുമില്ല. ഹ്രസ്വമെങ്കിലും ഹൃദ്യമുള്ള ഈ പരീക്ഷണത്തിന് മമ്മൂട്ടി കമ്പനിക്കും അണിയർ പ്രവർത്തകർക്കും അഭിനന്ദനങ്ങൾ. ഹ്രസ്വചിത്രങ്ങൾക്ക് വേദിയുണ്ടായാൽ കൂടുതൽ യുവാക്കൾക്ക് സിനിമയിലേക്ക് അത് വഴി തുറക്കും. യൂട്യൂബിലൂടെയുള്ള ഈ പരീക്ഷണം വിജയിക്കട്ടെ, കൂടുതൽ ചിത്രങ്ങൾ ഉണ്ടാവട്ടെ, തലതൊട്ടപ്പന്മാരില്ലാത്ത പ്രതിഭയുള്ള യുവാക്കൾക്ക് സിനിമയിലേക്ക് കടന്നു വരാൻ അത് കാരണമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിമനോഹരമായിട്ടുള്ള ഈ കുറിപ്പ് ഇവിടെ കുറിക്കുന്നത്. ഇവിടെ ഈ മദ്യത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമുക്കത് കൃത്യമായിട്ടും റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ നേരത്തെ ഞാൻ ഫേസ്ബുക്കിൽ കണ്ട ഒരാളുടെ കുറിപ്പ്, വിമർശനമായിട്ട് എഴുതിയിട്ടുള്ള ഒരാളുടെ ഒരു കമൻറ്റ് കണ്ടു. ആ കമൻറ്റ് പറയുന്നത് IFFK സഞ്ചിയിൽ നിന്ന് കുപ്പി എടുക്കുന്നത് വരെ ഞാൻ കണ്ടുള്ളൂ, ബാക്കി ഞാൻ കണ്ടില്ല. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലായി വിമർശനമാണ് അവിടെ സംവിധായകൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ കുപ്പി എടുക്കുന്നതിന് തൊട്ട് മുമ്പ് ഈ ശ്യാമപ്രസാദിൻ്റെ കഥാപാത്രം പറയുന്ന ഒരു ഡയലോഗുണ്ട്. അത് അയാൾ എന്തോ എഴുതുകയാണ്, പിന്നീട് അയാൾ വീണ്ടും അത് കുത്തുകയാണ്. നിന്നോട് തോന്നിയ സ്നേഹം നിന്റെ ഛായയുള്ള മറ്റൊരുവളോട് തോന്നിയപ്പോൾ എനിക്ക് നിന്നോട് തോന്നി എന്നാണ് പറയുന്നത്. എന്നിട്ട് പിന്നെ അദ്ദേഹം പറയുന്നത് കൂടെ ഇല്ല എന്നത് ചെറിയ വ്യത്യാസമല്ല എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പോയിട്ട് ഈ കുപ്പി എടുക്കുന്നത്. അപ്പൊ അതായത് സ്ത്രീ ഇല്ലാത്തപ്പോ അയാളെ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നത് മറ്റൊരു സാധനത്തിനാണ്, ആരോ എന്ന് പറയുന്ന ഒരു സാധനത്തിനാണ്, ഒരു സാമീപ്യത്തെയാണ്, ഒരു വെളിച്ചത്തിനാണ് അയാൾ ആഗ്രഹിക്കുന്നത്. അത് പക്ഷെ അയാൾക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല. അത് പറ്റാത്തത് കൊണ്ട് അയാൾ യഥാർത്ഥത്തിൽ ഈ മദ്യത്തിൽ അഭയം തേടുന്നു. ഇത്രയും സിമ്പിളാണ് സാധനം. അപ്പൊ ഇത് ഇവിടുത്തെ മാധ്യമ സിംഹങ്ങൾക്കും ആർക്കും മനസ്സിലാവുന്നില്ല എന്ന് മനഃപൂർവ്വം നടിക്കുന്നതാണ്. ഞാൻ പറയട്ടെ, ഇവിടെ കൃത്യമായിട്ട്, വളരെ കൃത്യമായിട്ട് അജണ്ട വെച്ചുകൊണ്ട് രഞ്ജിത്തിനെ ആക്രമിക്കുക എന്ന് പറയുന്ന പദ്ധതി ഇവിടെ നടക്കുന്നുണ്ട്. അതുതന്നെയാണ് ഈ നമ്മുടെ ജോയ് മാത്യു ഈ സിനിമ കണ്ടതിന് ശേഷം അദ്ദേഹം പറഞ്ഞത് എന്താ, ഇത്രയധികം ആൺ പെൺ വ്യത്യാസമില്ലാതെ മലയാളത്തിൽ ഒരുപാട് വ്യാജ ഉഡായിപ്പ് ബുദ്ധിജീവികൾ ഉണ്ടെന്ന് ഈ സിനിമ കണ്ടു കഴിഞ്ഞതിന് ശേഷം എനിക്ക് മനസ്സിലായി എന്നാണ് ഈ ജോയ് മാത്യു പറയുകയൊക്കെ ഉണ്ടായത്. അപ്പോൾ കൃത്യമായിട്ടും ഇത് അതിഗംഭീരമായിട്ടുള്ളൊരു സിനിമയാണ്. ഈ പ്രതിഷേധ കൂവൽ രഞ്ജിത്തിനെതിരെ IFFKയിൽ ഈ സമാപന ദിവസം അദ്ദേഹം പ്രസംഗിക്കാൻ വന്നപ്പോൾ കുറച്ചധികം പേരുകൾ ആൾക്കാർ നടത്തിയിട്ടുണ്ടായി. അന്നേരം അദ്ദേഹം പറഞ്ഞ ഡയലോഗ് എന്താണെന്ന് അറിയോ, കൂവി തെളിയുക തന്നെ വേണം. അത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ സിനിമ കാഴ്ചക്കാർക്ക് മുമ്പിൽ വെക്കുന്നത്. കൂവി തെളിയുക തന്നെയാണ് വേണ്ടത്.